ശ്രേഷ്ഠനായ യോദ്ധാവും വീരനും കൂടാതെ സത്യസന്ധനുമാകുന്ന ഏക ധൃതരാഷ്ട്രപുത്രനും കുരുകുമാരൻ ആയിരുന്നിട്ടും പാണ്ഡവപക്ഷം ചേർന്ന് കുരുക്ഷേത്രത്തിൽ പോരാടിയ ഒരേ ഒരു കൗരവൻ, അവനാകുന്നു യുയുത്സു. ധൃതരാഷ്ട്ര മഹാരാജന്റെയും ഗാന്ധാരിയുടെ തോഴിയാകുന്ന സുഗത എന്ന ശൂദ്രശ്രീയുടെയും പുത്രനായി പിറവികൊണ്ട സന്താനമാകുന്നു യുയുത്സു. അവന്റെ ജനനത്തിന് പിന്നിലെ കഥ ഇപ്രകാരമാകുന്നു. ഹസ്തിനാപുരത്തിന്റെ മഹാരാജനായി അഭിഷേകം ചെയ്യപ്പെട്ടു പാണ്ഡുവിനെ. അങ്ങനെയിരിക്കും കാലത്ത് കുന്തിഭോജന്റെ ദത്തുപുത്രിയായ പൃഥയെ കൂടാതെ മാതൃകുമാരിയെയും തൻ്റെ രണ്ടാം പത്നിയായി സ്വീകരിക്കുന്നു പാണ്ഡു. അങ്ങനെ കഴിയും കാലത്ത് പാണ്ഡു മൃഗയാ വിനോദത്തിനായി ഗമിച്ചു. 2 മാനുകളെ കാണാനിടയായി. അവർ രതിക്രീഡയിൽ മുഴുകിയിരിക്കും വേളയിൽ അദ്ദേഹം അവർക്ക് നേരെ ഒരു അസ്ത്രം ഉതിർത്തു. അതുപ്രകാരം ആ അസ്ത്രം ആ മാനുകളുടെ ശരീരത്തിൽ തുളഞ്ഞു കയറി. അപ്പോഴേക്കും മാനുകളുടെ രൂപം മാറി 2 മനുഷ്യരായി തീർന്നിരുന്നു. ആ മാനായി രതിക്രീഡ നടത്തിയിരുന്നത് ഋഷി കിന്തമനും അദ്ദേഹത്തിൻ്റെ പത്നിയുമായിരുന്നു. അതിനാൽ തന്നെ ഈ ഒരു സന്ദർഭത്തിൽ തങ്ങളെ വധിക്കാൻ തുനിഞ്ഞ നിന്റെ പത്നിമാരായി ദാമ്പത്യ ജീവിതം പുലർത്താൻ ഇടവരാതിരിക്കട്ടെ. അഥവാ അങ്ങനെ സംഭവിച്ചാൽ ആ നിമിഷം തന്നെ നീയും നിന്റെ പത്നിയും മരണപ്പെടും എന്ന ഉഗ്രശാപം നൽകുന്നു. തനിക്ക് സംഭവിച്ച തെറ്റിൽ ദുഃഖിതനായ പാണ്ഡു രാജ്യഭാരം ഉപേക്ഷിച്ചു പത്നിമാരോട് ചേർന്ന് വനവാസത്തിനായി പുറപ്പെട്ടു. അങ്ങനെ ആശ്രമ ജീവിതം ആരംഭിച്ചു. ആ കാലത്ത് ഹസ്തിനാപുരിയുടെ കാര്യനിർവഹണ രാജാവായി ഭീഷ്മ പിതാമഹനാൽ നിയോഗിതനായത് ധൃതരാഷ്ട്രർ ആകുന്നു. അങ്ങനെ കഴിയും കാലത്ത് ഗാന്ധാരി മഹാറാണി ഗർഭവതി ആയിത്തീർന്നു. എന്നാൽ ഗർഭകാലം പിന്നിട്ടിട്ടും അവൾ ഒരു കുഞ്ഞിന് പോലും ജന്മം നൽകിയിരുന്നില്ല. അപ്പോൾ അത്യാഗ്രഹി കൂടിയായിരുന്ന ധൃതരാഷ്ട്രർക്ക് രാജ്യാവകാശം നഷ്ടമാകുമോ എന്ന പരിഭ്രാന്തി ഉടലെടുത്തു. അതായത് പാണ്ഡുവിൻ്റെ പുത്രന് രാജ്യം ലഭ്യമാകുമോ എന്ന ഭയം. അതിനു മുൻപായി തനിക്കൊരു സന്തതി പിറന്നേ തീരൂ എന്ന ധൃതരാഷ്ട്രരുടെ വാശി. എന്നാൽ ഗാന്ധാരി ഒട്ടും തന്നെ പ്രസവിക്കുന്നതുമില്ല. അങ്ങനെ ഒരവസ്ഥയിൽ ഗാന്ധാരിയെ അയാൾ വളരെയധികം സമ്മർദ്ദത്തിലാക്കി. എന്നാൽ തനിക്ക് എത്രയും വേഗം ഒരു അവകാശി ഉണ്ടാകണമെന്ന ധൃതരാഷ്ട്രരുടെ ചിന്ത ചെന്നെത്തിച്ചത് ഗാന്ധാരിയുടെ സേവകയും പ്രിയ തോഴിയുമാകുന്ന സുഗത എന്ന സ്ത്രീയിലായിരുന്നു. അതുപ്രകാരം അവളിൽ അയാളൊരു പുത്രോൽപാദനം നടത്തി. അങ്ങനെ പിറവികൊണ്ട സന്താനമാകുന്നു യുയുത്സു. യുയുത്സു എന്ന നാമത്തിൻ്റെ പൊരുൾ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ എന്നാകുന്നു. അങ്ങനെ യുയുത്സുവിന് വിവാഹപ്രായം എത്തിയപ്പോൾ മാധുരി എന്നൊരു സ്ത്രീയെ വിവാഹം ചെയ്യുകയും തിന്മയ്ക്ക് പ്രേരകമായ സാഹചര്യത്തിൽ ജനിച്ചിട്ടും നീതിയുടെ പാത തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ധാർമ്മിക പോരാളിയായിരുന്നു യുയുത്സു. അതിനാൽ തന്നെ പാണ്ഡുകുമാരന്മാരുടെ പ്രിയ സഹോദരനുമായിരുന്നു അദ്ദേഹം. ധൃതരാഷ്ട്രപുത്രന്മാരിലെ 11 അധിരഥികളിൽ ഒരുവനായിരുന്നു ഇദ്ദേഹം. യുദ്ധത്തിൽ അതിജീവിച്ച 11 യോദ്ധാക്കളിൽ ഒരുവൻ കൂടിയായിരുന്നു ഇദ്ദേഹം. പാണ്ഡവർ സഹോദരനാകുന്ന യുയുത്സുവിന് ഇന്ദ്രപ്രസ്ഥത്തിന്റെ അധികാരം നൽകി. ശേഷം കാലങ്ങൾക്കിപ്പുറം ശ്രീകൃഷ്ണന്റെ സ്വർഗയാത്രയ്ക്ക് ശേഷം പാണ്ഡവർ പ്രസ്ഥാനം സ്വീകരിച്ചു. ആ കാലം യുധിഷ്ഠിരൻ ഹസ്തിനാപുരത്തിന്റെ ചുമതല യുയുത്സുവിന് നൽകുകയും പരിഷ്യത്തിനെ രാജാവാക്കിക്കൊണ്ട് പരിഷ്യത്തിന്റെ വഴികാട്ടിയായി വാഴാനും നിർദ്ദേശിക്കുകയും ചെയ്തു യുയുത്സുവിനോട്. അദ്ദേഹം തൻ്റെ ജ്യേഷ്ഠ സഹോദരന്റെ ആജ്ഞ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്തു.